ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഹയർ വൈബ്രേഷനിൽ നിന്നുകൊണ്ട് പ്രപഞ്ചവുമായി അലൈൻഡ് ആകുവാൻ ആഗ്രഹമുണ്ടോ? പ്രപഞ്ചവുമായി നമ്മൾ അലൈൻഡ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നമുക്ക് വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇനി ഇത് ആഗ്രഹിക്കുന്ന നമുക്കും നമ്മുടേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹവും നമ്മളും തമ്മിലുള്ള ആ ഫ്രീക്വൻസി ലെവൽ എപ്പോഴാണോ ഒരേ രീതിയിൽ അലൈൻഡ് ആകുന്നത്, ആ ഒരു സമയം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അതുവരെയും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിക്കുമ്പോഴും അതിനെ ഇങ്ങനെ ചേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ചേസ് ചെയ്യുന്തോറും അത് നമ്മളിൽ നിന്ന് ദൂരേക്ക് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് നേടിയെടുക്കും. എന്നാൽ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ അതേ ഫ്രീക്വൻസി ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാലോ? എങ്ങനെ? നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ലെവലിൽ എത്താൻ കഴിഞ്ഞാൽ അത് വളരെ വേഗം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അവിടെ മാനിഫെസ്റ്റേഷൻ പൂർത്തിയാവുകയും ചെയ്യും. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, നമുക്ക് പ്രപഞ്ചത്തിൻ്റേതായിട്ടുള്ളൊരു ഹയർ വൈബ്രേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള ആ ഫ്രീക്വൻസി ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം നമ്മുടെ കൈകളിലേക്ക് പ്രപഞ്ചം കൊണ്ടെത്തിച്ചു തരും. ഫ്രണ്ട്സ്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ചിന്തകളിലൂടെ, അവിടെ നിന്ന് വാക്കുകളിലൂടെ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ, അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ പാത്വേ ഉണ്ടാവുകയാണ്. അതായത് പുതിയ രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രാക്ക് അവിടെ രൂപീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ബ്രെയിനിൽ ട്രില്യൺ കണക്കിന് ന്യൂറോണുകളാണുള്ളത്. അപ്പോൾ ഈ ന്യൂറോണുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും, നമ്മൾ നിരന്തരം പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂറോ പാത്വേ അല്ലെങ്കിൽ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ന്യൂറോ പാത്വേ സൃഷ്ടിക്കുവാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫർമേഷൻസ് ഫീലോടുകൂടി പറയുക എന്നുള്ളതാണ്. എന്താണ്? അഫർമേഷൻസ് വളരെ ഫീലോടുകൂടി പറയുവാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷന് സാധ്യമാകുന്ന അല്ലെങ്കിൽ ഹയർ വൈബ്രേഷനിൽ നമുക്ക് പ്രപഞ്ചവുമായി സംസാരിക്കുവാൻ കഴിയുന്ന കുറച്ച് അഫർമേഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ അഫർമേഷൻസ് പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ നമുക്കൊന്ന് ഫീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഫീലിൽ ഇരുന്നു കൊണ്ട് വേണം ഈ അഫർമേഷൻസ് പറയുവാൻ. അങ്ങനെ പറയുന്ന പക്ഷം തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ആ അഫർമേഷൻസിലേക്കൊന്ന് പോയാലോ? ഇതിൽ ആദ്യത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം, നിങ്ങളൊന്ന് എഴുതി വെക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ എനിക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങൾക്കും തക്കതായിട്ടുള്ള ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. എന്താണ്? ഞാൻ എനിക്ക് വേണ്ടുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കും തക്കതായിട്ടുള്ള എനർജിയിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? അതിനാണ് പ്രയോറിറ്റി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭവനമാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ബന്ധമാകട്ടെ, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. എങ്ങനെയെന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തക്കതായിട്ടുള്ള ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ എനർജിയിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ആ അഫർമേഷൻ ഇങ്ങനെ ധാരാളമായിട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയാമോ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളുടേതായിട്ടുള്ള ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ അഫർമേഷൻസിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അബണ്ടൻസ് ഫ്രീക്വൻസിയോട് ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അബണ്ടൻസ് ആണ്, അല്ലേ? ആ അബണ്ടൻസുമായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുകയാണ്. അതായത് അതേ ഫ്രീക്വൻസിയിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്, ട്യൂൺ ചെയ്യപ്പെടുന്നു. എൻ്റെ എനർജി ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അബണ്ടൻസ് ഫ്രീക്വൻസിയോട് അല്ലെങ്കിൽ എനർജിയോട് ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ അഫർമേഷൻ ആണ്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ അഫർമേഷൻസിലേക്ക് പോകാം. ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഞാൻ എൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ ആ ഉയർന്ന തലം? എന്താണ് നമ്മുടെ ഏറ്റവും താഴ്ന്ന തലം? നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും, അല്ലേ? ഏറ്റവും നെഗറ്റീവായ അവസ്ഥയിൽ നിന്നും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴ്ന്ന തലം എന്നൊന്നില്ല. അതായത് നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം, നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ, ഇതൊന്നും ഇനി നമുക്ക് വേണ്ട. എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ആഗ്രഹത്തിനൊത്ത ഉയർന്ന തലം, ആ അബണ്ടൻസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഉയർന്ന തലത്തിൽ ഞാൻ എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 3 അഫർമേഷൻ കഴിഞ്ഞു. 4ാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് വേർഷനിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായിരിക്കും നമ്മുടെ ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്? അവിടെ പിന്നെ മറ്റുള്ളവരോട് ദേഷ്യമില്ല, മറ്റുള്ളവരോട് പകയില്ല, എന്തെന്നില്ലാത്ത ഗോസിപ്പുകൾ പറയുക, അല്ലെങ്കിൽ അത് തന്നെയാണ് തോന്നുന്നു പരദൂഷണം, അല്ലേ? പരദൂഷണം പറച്ചൽ, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ഡിബേറ്റ്സുകൾ കാണാനോ, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കാണുവാനോ, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ ചർച്ച ചെയ്യുവാനോ, ഇതിലൊന്നും നമ്മൾ പങ്കാളികളാകാതെ നമ്മുടേതായിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വേർഷനിലേക്ക്, അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും, ഫോർഗീവ്നെസ് ഉണ്ടാകും, അൺകണ്ടീഷണൽ ലവ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് ഞാൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് വരുന്ന അഫർമേഷൻ ഇതാണ്. 5ാമത്തെ അഫർമേഷനാണ് ഐ ആം എ പവർഫുൾ മാഗ്നറ്റ് ഫോർ മിറാക്കിൾസ്. എന്താണ്? ഐ ആം എ പവർഫുൾ മാഗ്നറ്റ് ഫോർ മിറാക്കിൾസ്. നമ്മളൊരു മാഗ്നറ്റാണ്. എന്തിൻ്റെ? അത്ഭുതങ്ങളുടേതായിട്ടുള്ള ഒരു മാഗ്നറ്റ്. മിറാക്കിൾസിനെ, അത്ഭുതങ്ങളെ ആകർഷിച്ചെടുക്കുന്ന ഒരു മാഗ്നറ്റ് ആണെന്ന് നമ്മളങ്ങ് പ്രസ്താവിക്കുകയാണ്. എന്താണ്? ഐ ആം എ പവർഫുൾ മാഗ്നറ്റ് ഫോർ മിറാക്കിൾസ്. നമുക്ക് ചുറ്റും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നു. നമ്മളെ കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു പോകുന്നു. നമുക്കിതൊക്കെ എങ്ങനെ കഴിയുന്നു? നമ്മൾ തന്നെ പലരെയും നോക്കി പറയാറില്ലേ, ഇവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ. അതേപോലെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയേണ്ട ഒരു അഫർമേഷനാണ്, നമ്മൾ തന്നെ ഉറപ്പിക്കുന്ന ഒരു അഫർമേഷനാണ് ഐ ആം എ പവർഫുൾ മാഗ്നറ്റ് ഫോർ മിറാക്കിൾസ്. അടുത്തതായിട്ട് വരുന്ന അഫർമേഷൻ ഇതാണ്. എനിക്ക് വരേണ്ട കാര്യങ്ങൾക്ക് എന്നിലേക്ക് വന്നേ പറ്റൂ. അവിടെ ചേസിങ് അല്ല സംഭവിക്കുന്നത്. എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്നിലേക്ക് വന്നേ പറ്റൂ. അതായത് ആ വസ്തുക്കളുടെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ, അവർ ഡിസേർവ് ചെയ്യുന്ന, അല്ല, ആ വസ്തു നമ്മളെ ഡിസേർവ് ചെയ്യുന്നു, ശരിയല്ലേ? നമ്മൾ ഡിസേർവ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് ചേസിങ് ആയി മാറും. എന്നാൽ ആ വസ്തുക്കൾ നമ്മളെ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിസേർവ് ചെയ്യുമ്പോൾ, അവ നമ്മളെ തേടിയെത്തുന്നു, അല്ലേ? അപ്പോൾ ഈ അഫർമേഷൻ നിരന്തരമായിട്ട് പറയേണ്ടതാണ്. എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് എന്നിലേക്ക് വന്നേ പറ്റൂ. അടുത്ത ഒരു അഫർമേഷൻ കൂടിയുണ്ട്. അനുഗ്രഹങ്ങൾ വന്നു ചേരുവാനായി ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കിയിരിക്കുന്നു. അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്, പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്നിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കിയിരിക്കുന്നു, ക്ലിയർ ആക്കിയിരിക്കുന്നു. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർഗീവ്നെസ് ഉണ്ട്, അല്ലേ? ശുദ്ധി കലശം നടത്തുകയാണ്. ആരോടും ദേഷ്യമില്ല, എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, അല്ലേ? അപ്പം അതിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലിയർ ആക്കി, അല്ലെങ്കിൽ ശുദ്ധമാക്കി വെക്കുമ്പോൾ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വേഗം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയപ്പെടുമെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ 7 അഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള ഹയർ വൈബ്രേഷൻ നമുക്ക് നിൽക്കുവാനുള്ള 7 അഫർമേഷൻസ് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായും പ്രപഞ്ചവുമായിട്ട് നിങ്ങൾക്ക് അലൈൻഡ് ആകുവാൻ കഴിയും. ഫ്രണ്ട്സ്, പ്രപഞ്ചവുമായി അലൈൻഡ് ആകുവാനുള്ള, ആ ഹയർ വൈബ്രേഷനിലേക്ക് എത്തുവാനുള്ള 7 അഫർമേഷൻസ് ആണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തത്. ഇതൊന്നു മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വശത്ത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കുക, ഹയർ വൈബ്രേഷനിലേക്ക് എത്തുക. അപ്പോൾ നമ്മളുടെ ചുറ്റും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയുവാൻ കഴിയും. തീർച്ചയായിട്ടും അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.